ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. നവംബർ 28 നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ ആൻസർ എന്താന്ന് പറയല്ല, എങ്ങനെ ആൻസർ വന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതും അതിന്റെ കറക്റ്റ് ആൻസർ എങ്ങനെ വന്നു എന്നുള്ളതും അറിയാൻ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു അഡീഷണൽ ഒരു ലേണിംഗും കൂടെ ആയിരിക്കും ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയുടെ ഓർഡറിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിപ്പം പ്രൊവിഷണൽ കീ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് ചാലഞ്ചിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും കൂടെ സാധിക്കും. സോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ്. ഓപ്ഷൻസ് ഓം, ഓം പെർ മീറ്റർ, ഓം മീറ്റർ, ഓം പെർ മില്ലി വോൾട്ട്. സോ ഇതില് സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താന്നുള്ളത് ഇത് ഒരുവിധം എല്ലാവരും പഠിച്ചു തന്നെ വെച്ചിട്ടുണ്ടാവും എന്താന്നുള്ളത്. ഓം മീറ്റർ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നമുക്ക് എങ്ങനെ ഇത് വന്നു എന്നുള്ളതും കൂടി നോക്കാം. സി, നമുക്ക് റെസിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ ആർ സിക്വൽ ടു റോ എൽ ബൈ എ നമുക്കറിയാം. അതിൽ റോ എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ആർ എ ബൈ എൽ അല്ലെ. അപ്പൊ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന് ഓം ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ആണ്, അത് മീറ്റർ സ്ക്വയറിൽ വരും. എൽ എന്ന് പറയുന്ന ലെങ്ത് ആണ്, അത് മീറ്ററിൽ വരും. സോ നമുക്കത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഓം മീറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലംസ് ആണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എനിവേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The value of temperature coefficient of resistance depends on. അപ്പൊ ഇതിൽ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഓപ്ഷൻസ് എടുക്കേണ്ടത്. അപ്പൊ എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമുക്കിപ്പോ ടെമ്പറേച്ചറിൽ ചേഞ്ചിനനുസരിച്ചിട്ട് ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നാച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ, നാച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് വോളിയം ഓഫ് ദ മെറ്റീരിയൽ, നേച്ചർ ഓഫ് മെറ്റീരിയൽ and volume of material. അപ്പോൾ ഇതിൽ ഇനി ഓൺലി 1 and 2, ഓൺലി 2 and 3, ഓൺലി 1, ഓൺലി 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അറിയണം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയമെൻഷൻസിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. അതായത് ലെങ്തിനെയോ അല്ലെങ്കിൽ വോളിയത്തെയോ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മെറ്റീരിയലിന്റെ നാച്ചറും അതേപോലെ തന്നെ ടെമ്പറേച്ചറും മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഓൺലി 1 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ? Next question, in resistor color coding, if the third band is gold, it represents a multiplying factor of. അപ്പോൾ റെസിസ്റ്ററിന്റെ കളർ കോഡിംഗ് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. റെസിസ്റ്റർ കളർ കോഡിംഗിലെ തേർഡ് ബാൻഡ് ഗോൾഡ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറയുന്നത് 0.1 ആയിരിക്കും. ഈസിയാണ്. Next, combined or equivalent resistance of a parallel circuit is another simple question. നമുക്ക് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുന്ന സമയത്തുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അപ്പൊ പാരലൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പാരലൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും അതില് ലീസ്റ്റ് വാല്യൂ വരുന്നതിനേക്കാളും കുറവായിട്ടാണ് എപ്പോഴും വരുള്ളൂ. ലെസ് ദാൻ ദ ലീസ്റ്റ് എമൗണ്ട് ദം ആയിരിക്കും വരുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്, നമുക്ക് ലെസ് ആയിരിക്കും എന്നറിയാം, പക്ഷെ ലെസ് ദാൻ ദ ഹയസ്റ്റ് എമംഗ് ദം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എയും ഡിയും ആയിട്ടായിരിക്കും മേ ബി ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്, ലെസ് ദാൻ ദ ലീസ്റ്റ് എമംഗ് ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെറാമിക് കപ്പാസിറ്റർ ഹാസ് ആൻ അപ്രോക്സിമേറ്റ് കപ്പാസിറ്റി range of. ഇത് കൃത്യമായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെറാമിക് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും 10 picofarad to 0.1 microfarad ആണ് വരുന്നത്. പക്ഷെ ഈ ഓപ്ഷൻ ഇതിനകത്തില്ല. പക്ഷെ അതിനോട് അടുത്തുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ 3 picofarad to 30 picofarad, ഇത് മൈക്രോഫാരഡ് റേഞ്ച് ആണ്. അടുത്തത് 3 picofarad to 2000 microfarad എന്ന് പറയുന്നുണ്ട്. അതുമല്ല, 3 picofarad to 2 microfarad എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി.
അടുത്ത question, 5 equal capacitors connected in series have a resultant of 4 microfarad. When these connected in parallel and charged to 400 volt DC supply, then the total energy stored in. അപ്പൊ ക്വസ്റ്റ്യനിൽ 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും നമുക്ക് ഇതേപോലെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ അതിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കപ്പാസിറ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ ഏതൊക്കെയാണ്? യു ഈക്വൽ ടു 1/2 Q²/C ഉണ്ട്, 1/2 CV² ഉണ്ട്, 1/2 QV ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾക്ക് എനർജി കണ്ടുപിടിക്കാനുള്ള, കപ്പാസിറ്റി എനർജി കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ Q എന്ന് പറയുന്നത് ചാർജ് ആണ്, U എന്ന് പറയുന്നത് എനർജി ആണ്, then C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ്, V എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കാം. നമുക്കിവിടെ 5 ഈക്വൽ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള റിസൾട്ടന്റ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് 4 മൈക്രോഫാരഡ് എന്ന് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു C ഇക്വാലന്റ് നമുക്ക് ഇവിടെ അറിയാം. പിന്നെ നമുക്ക് ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള വിയും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ട ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് when capacitors are connected in series, 1/C equivalent is equal to number of capacitor by C ന്റെ വാല്യൂ. അത് നമ്മൾ ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? C equivalent 4 തന്നിട്ടുണ്ട് അല്ലെ. നമ്പർ എത്ര കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ 5 യൂസ് ചെയ്തിട്ടുണ്ട്. സോ 1/C equivalent is equal to 5/C എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിൽ ഇത് ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? കപ്പാസിറ്ററിന്റെ ഓരോ കപ്പാസിറ്ററിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് C is equal to ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 20 മൈക്രോഫാരഡ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കപ്പാസിറ്റേഴ്സ് നമുക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ആ സമയത്തുള്ള ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ നമുക്ക് ഓരോ കപ്പാസിറ്ററിന്റെയും വാല്യൂ 20 മൈക്രോഫാരഡ് എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ C equivalent എത്ര വരും? 5 എണ്ണമാണ് ഉള്ളത്. അപ്പൊ 5 × 20 100 മൈക്രോഫാരഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ കിട്ടി? സിയുടെ വാല്യൂ കിട്ടി. ഓൾറെഡി നമുക്ക് എന്താ അറിയാം? വിയുടെ വാല്യൂ 400 DC വോൾട്ട് DC ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദേ U is equal to 1/2 CV² നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C equivalentന്റെ വാല്യൂ വിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 100 × 10⁶ into 400 into 400 ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we will get the answer 8. ഒറ്റ നോട്ടത്തിൽ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആയിട്ട് തോന്നുന്നവരുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് അത് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. എത്ര പേര് ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല, പക്ഷെ വളരെ സിമ്പിൾ തന്നെയാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു സിമ്പിൾ ആണ്, പക്ഷെ 1-2 കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 2 coils each having an inductance of 250 microhenry have combined inductance of 550 microhenry when connected series aiding and 450 microhenry when connected series opposing. Find the mutual inductance. അപ്പോൾ ഇൻഡക്ടേഴ്സ് സീരീസ് എയ്ഡിങ് കണക്ഷനിലും ഒപ്പോസിംഗ് കണക്ഷനിലും വരുമ്പോൾ റിലേഷൻസ് ആണ് ഇവിടെ അറിയേണ്ടത്. So we have L1 plus L2 plus 2M. അത് ഇൻഡക്ടേഴ്സ് സീരീസ് എയ്ഡിങ് ആയിട്ട് വരുന്ന സമയത്ത്, ഇൻഡക്ടേഴ്സ് കണക്റ്റഡ് സീരീസ് ഒപ്പോസിംഗ് ആവുമ്പോൾ L1 plus L2 minus 2M. ഓക്കെ, അപ്പൊ ഇവിടെ ആണ് അതിന്റെ എന്ത് വരുന്നത്? ആ കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻഡക്ടൻസിന്റെ വാല്യൂ ആണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കൂ, L1 L2 നമുക്ക് 2 കോയിൽസ് ഹാവിംഗ് ഇൻഡക്ടൻസ് ഓഫ് 250 മൈക്രോഹെൻറി തന്നിട്ടുണ്ട്. അതിന്റെ കമ്പൈൻഡ് ഇൻഡക്ടൻസ് ഫസ്റ്റ് കേസിൽ സീരീസ് എയ്ഡിങ് വരുന്ന സമയത്ത് 550 ആണ്. വിച്ച് മീൻസ് 250 plus 250 plus 2M. M ആണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. M ആണ് കണ്ടുപിടിക്കേണ്ടത്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 2M is equal to നമുക്ക് എന്താ എഴുതാം? 550 എന്ന് എഴുതാം. അടുത്ത L1 plus L2 minus 2M, 250 plus 250 minus 2M 450. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്നത് 450 ആണ്. ഒപ്പോസിംഗ് ആയിട്ട് വരുന്ന സമയത്തുള്ളത് 450 ആണ് അല്ലെ? 450 ആണ്. അപ്പൊ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഒന്ന് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4M is equal to
100 കിട്ടും, which is m is equal to 25 microhenry. വളരെ ഈസി ആയിട്ട്, അതായത് നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, കാരണം അത്രയും ഈസി ആയിട്ടാണ് ആ ഫിഗേഴ്സ് വന്നിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത പ്രോബ്ലം നോക്കാം. എ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 30 ohm and an inductance of 127.3 millihenry. It is connected across a 200 volt 50 hertz supply. Find impedance. ഇംപിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഇംപിഡൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 30 ohm തന്നിട്ടുണ്ട്, പക്ഷേ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ല, ഇൻഡക്ടൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് യൂസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കണം. സോ ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് നമുക്കുള്ള ഫോർമുല, XL is equal to 2πfL. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഫ്രീക്വൻസിയും അറിയാം. അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ദ ആൻസർ as nearly 40. ഈ ഒരു വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വാല്യൂ കിട്ടും. ദെൻ ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് ഓഫ് R square plus XL square. R അറിയാം, 30 അറിയാം, ഇപ്പൊ 40 കിട്ടിയിട്ടുണ്ട്, രണ്ടും കൂടെ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2500, ദാറ്റ് ഈസ് 50 ohm. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് കാര്യങ്ങൾ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ല ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഏതും. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോമർ ഈസ് എൻ എഫിഷ്യന്റ് ഡിവൈസ് ബിക്കോസ് ഇറ്റ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കൺഫ്യൂസിംഗ് ആണ്. പെട്ടെന്ന് എങ്ങനെ ആൻസർ എഴുതണം എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. ഇറ്റ് യൂസസ് ഇൻഡക്റ്റീവ് കപ്ലിംഗ്, ഇറ്റ് യൂസസ് കപ്പാസിറ്റീവ് കപ്ലിംഗ്, ഇറ്റ് യൂസസ് ഇലക്ട്രിക് കപ്ലിംഗ്, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. അതായത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എഫിഷ്യന്റ് ഡിവൈസ് ആണെന്ന് പറയാനുള്ള, അല്ലെങ്കിൽ നമ്മൾ മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മെഷീൻസിൽ നമ്മൾ നോക്കുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഗ്രേറ്റർ ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ ലോസസ് കാര്യമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് എഫിഷ്യന്റ് ആണെന്ന് പറയാനുള്ള കാരണം. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next one, what is approximate efficiency of large transformers? Large transformers ന്റെ approximate efficiency എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒരു 95 to 99% ആണ് നോർമലി പറയാറുള്ളത്. അപ്പൊ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതിൽ നമുക്ക് 95%, 75, 85, 65 തന്നിട്ടുണ്ട്. സോ 95% ഓപ്ഷൻ എ is the correct answer. Next one, the silver oxide cell, the anode is made up of. Silver oxide ബാറ്ററിയിലെ ആനോഡ് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിൽവർ ഓക്സൈഡ് ബാറ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് അല്ലെങ്കിൽ കാഥോഡ് ആയിട്ട് സിൽവർ ഓക്സൈഡും, അതേപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ആയിട്ട് നമ്മൾ സിങ്കും പ്ലസ് ആൽക്കലൈൻ ഇലക്ട്രോലൈറ്റും ആണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആനോഡ് ആണ് ഏതാണെന്നുള്ളത് അറിയേണ്ടത്. സിൽവർ ഓക്സൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, സിങ്ക് ഇൻ ആൽക്കലൈൻ ഇലക്ട്രോലൈറ്റ്, കാർബൺ ഇൻ ആൽക്കലൈൻ ഇലക്ട്രോലൈറ്റ് എന്നാണ് ഓപ്ഷൻസ് ഉള്ളത്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? 11C is the correct answer. Okay, next question, in half wave rectifier DC output voltage in terms of VRMS. Half wave rectifier DC output voltage VRMS ന്റെ ടേംസിലാണ് അറിയേണ്ടത്. അത് നമ്മൾ കുറെ പേര് കാണാതെ തന്നെ അത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും 0.45 VRMS എന്നുള്ളത്. ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ VDC is equal to 2V RMS by pi root 2 എന്നാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Next one, a device whose characteristics are very close to that of an ideal voltage source. ഒരു ideal voltage source നോട് ഡിവൈസ് ക്യാരക്ടറിസ്റ്റിക്സ് അത്രയും ക്ലോസ് ആയിട്ട് വരുന്നത് ഏതാണ്? ട്രാൻസിസ്റ്റർ, ഫെറ്റ്, ഡയാക്ക്, സെനർ ഡയോഡ്. അപ്പൊ ഇതിൽ ഏതാ വരുന്നത്? ട്രാൻസിസ്റ്ററും ഫെറ്റും ഒന്നും ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡയാക്കും അല്ല, സെനർ ഡയോഡ് ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് പേര് പഠിച്ചിട്ട് പോയെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് ഓപ്ഷൻസും തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് 78S40 എന്നുള്ള, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. Next one, inverter is a device that converts fixed DC to variable DC, variable DC to fixed DC, AC power to DC, convert DC to AC power. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. DC പവറിനെ AC ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. ഓപ്ഷൻ ഡി is the correct answer.
നെക്സ്റ്റ് വൺ, ദ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട്മീറ്റർ ഈസ് യൂഷ്വലി. വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് വാല്യൂ വരിക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ട്മീറ്ററിന്റെ ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹൈ വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, റെസിസ്റ്റൻസ് വളരെ ഹൈ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ സർക്യൂട്ടിൽ നിന്നും നെഗ്ലിജിബിൾ ആയിട്ടുള്ള കറണ്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ വെരി ലോ, മീഡിയം, ലോ, ഹൈ എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, യൂണിറ്റ് ഓഫ് സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിലിറ്റിയുടെ യൂണിറ്റ് വെബേഴ്സ് പെർ മീറ്റർ സ്ക്വയർ, ഹെൻറി പെർ മീറ്റർ, ടെസ്ല, നോ യൂണിറ്റ്. അപ്പൊ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് ഓർത്തുകൊള്ളു. അതിന് ആദ്യം എന്താ അറിയേണ്ടത്? സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്താ വരുന്നത്? റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എ മെറ്റീരിയൽ ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത് M/H ആണ് വരുന്നത്. എമ്മിന്റെയും എച്ചിന്റെയും സെയിം യൂണിറ്റ് അല്ലേ? അപ്പോ M/H എന്ന് പറയുമ്പോൾ സസെപ്റ്റിബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് അമ്മീറ്റർ റിക്വയർസ് ഡാഷ് വിത്ത് മില്ലി അമ്മീറ്റർ. നമ്മൾ അമ്മീറ്ററിന്റെ വോൾട്ട്മീറ്ററിന്റെ ഒക്കെ റേഞ്ച് എക്സ്റ്റൻഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മില്ലി അമ്മീറ്ററിന്റെ കൂടെ എന്ത് വേണം, റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്ത് വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് റെസിസ്റ്റർ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പാരലൽ ആയിട്ട്, ലോ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സോ ഫ്രം ദ ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. എ ഷണ്ട് റെസിസ്റ്റർ വിത്ത് മില്ലി അമ്മീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. Okay, next one, Norton theorem is dash form of a equivalent circuit. അപ്പോൾ നോർട്ടൺ തിയറം നമുക്കറിയാം, ഇറ്റ് ഇസ് എ കറന്റ് സോഴ്സ് ഫോം ഓഫ് ഇക്വലന്റ് സർക്യൂട്ട് ആണ്. തെവനിൻ തിയറം ആണെങ്കിലോ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റന്റ് ആണ് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ടിൽ വരാം. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻസിൽ ഫ്രം ദ ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, എയർ ഫ്രിക്ഷൻ ഡാമിംഗ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് മൂവിംഗ് അയൺ, മൂവിംഗ് കോയിൽ, ഇൻഡക്ഷൻ, ഹോട്ട് വയർ. എയർ ഫ്രിക്ഷൻ ഡാമിംഗ് ജനറലി യൂസ് ചെയ്യുന്നത് മൂവിംഗ് അയൺ ആൻഡ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പിലാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മൂവിംഗ് അയൺ. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ടെസ്റ്റിലും അതേപോലെ തന്നെ മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുള്ള സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഓരോന്ന് നോക്കുന്ന സമയത്താണ് അത് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മളെ മെറ്റീരിയൽസും ടെസ്റ്റും ഒക്കെ ചെയ്തിട്ട് പോയവർക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. ഇൻ RLC സർക്യൂട്ട് ദ ഫേസ് ഓഫ് ദ കറന്റ് വിത്ത് റെസ്പെക്ട് ടു ദ സർക്യൂട്ട് വോൾട്ടേജ് വിൽ ബി ലീഡിംഗ്, സെയിം ലാഗിംഗ്, ഡിപെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് LNC. എങ്ങനെയായിരിക്കും RLC സർക്യൂട്ടിലെ ഫേസ് ഓഫ് കറന്റ്? അത് എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും? L-നെയും C-യെയും ഡിപെൻഡ് ചെയ്തിരിക്കും അല്ലെ? അപ്പോഴേ നമുക്കത് എങ്ങനെയാന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് റേഞ്ച് ഓഫ് അമ്മീറ്റർ? സെയിം ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വീണ്ടും വന്നിരിക്കുന്നത്. അമ്മീറ്ററിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? ഷണ്ട് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ? റേഞ്ച് എക്സ്റ്റൻഷൻ, റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ മീൻസ് റേഞ്ച് എക്സ്റ്റൻഷൻ തന്നെയാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next one, the power in a pure inductive circuit is. Pure inductive circuit le power എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഓപ്ഷൻ 0, above unity, unity and none of these എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്താണ് പവർ? ആക്ച്വലി ഒരു ഓവറോൾ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? അതായത് ഇതിൽ വോൾട്ടേജും കറണ്ടും എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും അല്ലെ? അതായത് കറണ്ട് മാക്സിമം പോകുന്ന സമയത്ത് വോൾട്ടേജ് 0 ആയിരിക്കും, വോൾട്ടേജ് മാക്സിമം പോകുന്ന സമയത്ത് കറണ്ട് 0 ആയിരിക്കും. അപ്പൊ നമ്മൾ അതില് ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത്, ഓവറോൾ കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ വരും? പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Next one, when an AC voltage is connected to a PMMC, permanent magnet moving coil meter, then the meter will get damaged. The reading is 0. 3-pointer will oscillate to and fro. The range of the pointer will move at all. AC voltage PMMC യിൽ കണക്ട് ചെയ്താൽ എന്താണ്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിംഗ് മാസ് ആണ്. അപ്പൊ ഇത് ആ മെഷർമെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻസ്റ്റന്റേനിയസ് കറണ്ട് പറ്റില്ല. റാദർ ആവറേജ് കറണ്ട് ആയിരിക്കും മെഷർ ചെയ്യുന്നത് അല്ലെ? അപ്പോ AC വേവ് ഫോമിന്റെ ആവറേജ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ മീറ്റർ എന്താണ്? ജസ്റ്റ് 0 എന്നുള്ള ഒരു റീഡിംഗ് മാത്രമേ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ റീഡിംഗ് എന്തായിരിക്കും? റീഡിംഗ് വിൽ ബി 0. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next, value of current at resonance in a series RLC circuit is affected by the value of inductance, resistance, capacitance. None of these ആണ് തന്നിരിക്കുന്നത്. ഏതിന്റെ വാല്യൂ ആണ്? വാല്യൂ ഓഫ് കറന്റ് അറ്റ് റെസൊണൻസ് ഇൻ എ സീരീസ് RLC സർക്യൂട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു വരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇതില് നമുക്ക് RLC സർക്യൂട്ട് നോക്കാം. RLC സർക്യൂട്ടില് റെസൊണൻസിലെ XL is equal to XC എന്ന് വരും അല്ലെ. അപ്പൊ XL is equal to XC എന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏത് വാല്യൂവിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്ത് വരിക? റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്ത് വരിക. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി is the correct answer. Next one, the time based signal in a CRO. CRO le same question നമ്മൾ നമ്മുടെ മെറ്റീരിയൽ കൊടുത്തത്. ടൈം ബേസ് സിഗ്നലിന് CRO ഏത് ടൈപ്പ് ഓഫ് ഇതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിനുസോയ്ഡൽ, സ്ക്വയർ വേവ്, സോ ടൂത്ത്, ട്രയാങ്കുലർ വേവ്. ഓപ്ഷൻ സി is the correct answer. സോ ടൂത്ത് സിഗ്നൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ, Ohm's law is not applicable to. Ohm's law ഏതിനൊക്കെയാണ് applicable, ഏതിനൊക്കെയാണ് applicable അല്ലാത്തതെന്നുള്ളത് നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള. DC സർക്യൂട്ട്, സ്മോൾ റെസിസ്റ്റർ, ഹൈ കറന്റ്, സെമി കണ്ടക്ടർ അല്ലെ. നോൺ ലീനിയർ VI ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതാണ് ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയിട്ടുള്ള സെമി കണ്ടക്ടർ ഡിവൈസസ് ഒക്കെ. അപ്പൊ അതിലൊക്കെ എങ്ങനെയായിരിക്കും Ohm's law applicable ആയിരിക്കില്ല. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ദ സോഴ്സ് ഓഫ് ഇലക്ട്രോൺ ബീം ഇൻ എ CRO. CROയിലുള്ള ഇലക്ട്രോൺ ബീമിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഗൺ, ഫോക്കസിംഗ് ആനോഡ്, ഗ്രിഡ്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. CRO എന്നൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ ഗൺ ആണ് വരുന്നത്. അടുത്ത, വിച്ച് വൺ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, കോപ്പർ, കാർബൺ, അലുമിനിയം, അയേൺ ആണ്. പൊതുവേ നമ്മളുടെ മെറ്റൽസിനൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അത് അപ്പോ നമുക്ക് ഓപ്ഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് കാർബൺ. കാർബണില് നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ അമ്മീറ്റർ ഷുഡ് ബി. അമ്മീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വെരി സ്മോൾ, ഹൈ, മീഡിയം, ഇൻഫിനിറ്റി. എപ്പോഴും ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം, ലോ ആയിരിക്കണം. ഐഡിയലി ക്ലോസ് ടു 0 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, according to Kirchhoff's first law, current at a junction. Kirchhoff first law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCL ആണ് പറയുന്നത്. അപ്പോ KCL എന്തായിരിക്കണം എന്നാണ്? current at a junction, sum of the incoming current, sum of the voltage, sum of outgoing current, and option D 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വരിക? ടോട്ടൽ കറന്റ് എൻട്രിങ് എ ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ എന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് ആൾജിബ്രിക് സം ഓഫ് കറന്റ് എന്താണ്? അറ്റ് ജംഗ്ഷൻ 0 ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ജസ്റ്റ് ആ കിർച്ചോഫ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഡ്വൽ ബീം ഓസിലോസ്കോപ്പ്. ഡ്വൽ ബീം ഓസിലോസ്കോപ്പിന് 2 സ്ക്രീൻ ആണോ, 2 ഡിഫറെന്റ് ഫോഴ്സ് വർക്ക് കോട്ടിംഗ് ആണോ, 2 ഇലക്ട്രോൺ ഗൺ ആണോ, സിംഗിൾ ബീം സിംഗിൾ വിത്ത് ടൈം മൾട്ടിപ്ലക്സിംഗ് ആണോ? ഡ്വൽ ബീം ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഗൺസ് ആണ് വരുന്നത്. 32 ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, the superposition theorem is essentially based on the concept of. Superposition theorem എന്ന് പറയുന്നത് ഏത് കോൺസെപ്റ്റിൽ വരുന്നതാണെന്നുള്ളതാണ്. It is based on linearity, concept of linearity. Option B is the correct answer. Next one, the signal to be observed on the screen of an oscilloscope is applied to. നമുക്ക് ഓസിലോസ്കോപ്പിൽ കാണേണ്ട, സ്ക്രീനിൽ കാണേണ്ട സിഗ്നലിനെ നമ്മൾ ഏത് പ്ലേറ്റിലേക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. Across its vertical plate is the correct answer. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കൂടുതൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാത്തത്. The current carrying capacity of a copper wire having twice the diameter of another copper wire is. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കോപ്പർ വയറിന്റെ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? മറ്റൊരു കോപ്പർ വയറിന്റെ അതിന്റെ ഡയമീറ്റർ ട്വൈസ് ആവുന്ന സമയത്ത് അത് കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്താവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോ ഈ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി, കോപ്പർ വയറിന്റെ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ അതിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡയമീറ്ററിനെ. അപ്പൊ രണ്ടാമത്തെ ഇതിൽ ഏത് കമ്പയർ ചെയ്യുന്ന കോപ്പർ വയറിന്റെ ഡയമീറ്റർ എന്താണെന്നാ പറഞ്ഞത്? ട്വൈസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഏരിയ എന്തായിരിക്കും? ബൈ എ ഫാക്ടർ ഓഫ് 4 ആയിരിക്കും കൂടുക അല്ലെ? ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ ആണ് വരുന്നത്. സോ ദാറ്റ്സ് വൈ എങ്ങനെയായിരിക്കും? 4 times ആസ് ഗ്രേറ്റ് എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ CRO എക്സ് ആക്സിസ് നോർമലി റെപ്രസെന്റ്സ്. എക്സ് എന്ന് പറയുന്ന ആക്സിസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടൈം, വോൾട്ടേജ്, ഗെയിൻ, കറന്റ് ഈസ് ടൈം. നെക്സ്റ്റ് വൺ, മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ഹാവ് ഡാഷ് സ്കെയിൽ. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന് നോൺ ലീനിയർ സ്കെയിൽ ആണ് ഉണ്ടാവുക.
അപ്പൊ ഇവിടെ സ്ക്വയർഡ്, യൂണിഫോം, ലോഗ്, നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഇതിൽ ഏത് ഓപ്ഷൻ എഴുതണം എന്നുള്ളത്. ഇപ്പൊ നോൺ ലീനിയർ സ്കെയിൽ ആണ് മാത്രമല്ല അതില് പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദി കറന്റ് ആയിട്ടാണ്. അപ്പൊ അത് നമുക്ക് സ്ക്വയർഡ് എന്നുള്ള ആൻസർ കൊടുക്കാം. 37 A will be the correct answer. Next one, the diode when reverse biased with the current flowing through it due to minority carriers is called. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡയോഡ് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് റിവേഴ്സ് ബയസ് ചെയ്യുന്ന സമയത്ത് കറന്റ് ഡ്യൂ ടു ഇറ്റ്സ് മൈനോറിറ്റി കാരിയേഴ്സിനെയാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതിൽ ശരിക്കും കുറെ പെട്ടെന്ന് അത് നോക്കിയാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. Next one, an stable multi-vibrator using IC555 has R is equal to 72 k ohm, RB 36 k ohm and C is equal to 10 microfarad. Then what will be the frequency of oscillation? Frequency of oscillation ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ frequency of oscillation കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് അതിന്റെ എക്സ്പ്രഷൻ അറിയണം. F is equal to 1.44 by RA plus 2RB into C എന്നുള്ളതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. RAയുടെ വാല്യൂ തന്നിട്ടുണ്ട് 72, RBയുടെ വാല്യൂ 36 തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we will get the answer. ഈസി ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വാല്യൂസ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 1 ഹെർട്സ് എന്നുള്ളതാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി is the correct answer. Next question, the GBP of an op-amp is specified as 1 megahertz. What is the maximum gain that can be obtained using this op-amp at 1 kilohertz? അപ്പൊ ആദ്യം GBP എന്താണെന്ന് അറിയണം. GBP എന്ന് പറഞ്ഞാൽ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ആണ്. അപ്പൊ GBP തന്നിട്ടുണ്ട്, മാക്സിമം ഗെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻറ്റു ബാൻഡ്വിഡ്ത്ത് എന്നുള്ളതാണ്. അതിന് ഗെയിൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്, കാരണം ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഗെയിൻ ഇസ് ഈക്വൽ ടു GBP ബൈ ബാൻഡ്വിഡ്ത്ത് 1 മെഗാഹെർട്സ് ബൈ 1 കിലോഹെർട്സ്. ജസ്റ്റ് 10ന്റെ പവർ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1000. Next one, the transistor test with the ohmmeter base to collector and emitter in forward bias and reverse bias condition show low resistance. So transistor is, ഇത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഓമീറ്റർ യൂസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ ടെസ്റ്റ് ചെയ്തു. ബേസ് ടു കളക്ടർ ആൻഡ് എമിറ്റർ ഇൻ ഫോർവേഡ് ബയസ് ആൻഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ലോ റെസിസ്റ്റൻസ് കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് ഗുഡ് ആണോ, ഷോർട്ട് ആണോ, ഓപ്പൺ ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസ് ടു കളക്ടറും ബേസ് ടു എമിറ്ററിലും രണ്ടിലും ലോ റെസിസ്റ്റൻസ് ആണ് എന്നാണ് പറയുന്നത്. ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രാൻസിസ്റ്റർ ഫോൾട്ടി ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ലോ റെസിസ്റ്റൻസ് ഫോർവേഡ് ബയസിലാവുന്ന സമയത്ത് ലോ റെസിസ്റ്റൻസും അതേസമയം റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് ഹൈ റെസിസ്റ്റൻസും ആണ് കാണിക്കേണ്ടത്. അതേപോലെ ബേസ് ടു കളക്ടർ ജംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഫോർവേഡ് ബയസ് ആവുമ്പോൾ ലോ റെസിസ്റ്റൻസും റിവേഴ്സ് ബയസ് ആവുമ്പോൾ ഹൈ റെസിസ്റ്റൻസും ആണ് കാണിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്, രണ്ട് ഡയറക്ഷനിലും എങ്ങനെ കാണിച്ചു? ലോ റെസിസ്റ്റൻസ് കാണിച്ചു. വിച്ച് മീൻസ് ദ ട്രാൻസിസ്റ്റർ ഈസ് ഫോൾട്ടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഷോർട്ട് ആണെന്നുള്ളത് കൊടുത്താലും മതി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, what is the output resistance of a common collector configuration of amplifier? CC amplifier typically അതിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 1 ohm to 10 ohm ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ലെസ് ദാൻ 100 ohm, മോർ ദാൻ 1000 ohm, മോർ ദാൻ 10k, ലെസ് ദാൻ 1 ohm എന്നാണ്. എ ഓർ ഡി കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്. പക്ഷേ ലെസ് ദാൻ 100 ohm എന്നുള്ളത് തന്നെയാണ് സ്യൂട്ടബിൾ, കാരണം ലെസ് ദാൻ 1 ohമിലേക്ക് പോകണ്ട. സോ ഓപ്ഷൻ എയിലേക്ക് പോവാം. 42 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, കറന്റ് ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോമൺ എമിറ്റർ ആണ്, കോമൺ എമിറ്ററിന്റെ കറന്റ് ഗെയിൻ. അപ്പോൾ IC ബൈ IB, കളക്ടർ ബൈ ബേസ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്രിസ്റ്റൽ ഓസിലേറ്റഡ്. ദ ക്രിസ്റ്റൽ ഓൾസോ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ഏത് എനർജി ആയിട്ടാണ്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. Next one, which transistor amplifier has an efficiency of about 85%? നമ്മള് ഈ ആംപ്ലിഫയേഴ്സ് പറഞ്ഞ സമയത്ത് അതിൽ ഓരോ ക്ലാസ് എ ക്ലാസ് ബി ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ എഫിഷ്യൻസി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 85% വരുന്ന ക്ലാസ് സി. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ബഹോസൻ
ക്രൈറ്റീരിയ ലൂപ്പ് ഗെയിൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a b is equal to 1 വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഇൻ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. നമ്മൾ റിവിഷൻ ചെയ്ത സമയത്ത് എല്ലാ ഓരോ മോഡ്യൂൾ വൈസ് ഒക്കെ ചെയ്ത സമയത്താണ് ഈ ഇതുപോലെയുള്ള ഫോർമുലാസ് ഇക്വേഷൻസ് ഒക്കെ അതിൽ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. f is equal to 1/2πRC. അത് മാത്രം നോക്കി പോയവർക്ക് പോലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ്, ദ ഔട്ട്പുട്ട് ഓഫ് ഓസിലേറ്റർ മേ ബി സ്ക്വയർ, ട്രയാങ്കുലർ ഓർ സോടൂത്ത് വേവ് ഫോം. ഇറ്റ് ഈസ് നോൺ ആസ്, ഇത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഏകദേശം അതുപോലെയുള്ള ഒരു ചോദ്യം. അതായത് സിനുസോയിഡലിനും നോൺ സിനുസോയിഡലിനും റിലാക്സേഷൻ ഓസിലേറ്ററിനും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് ഏതാണ് വരെ? ഇപ്പൊ സിനുസോയിഡലിനും നോൺ സിനുസോയിഡലിനും ഓസിലേറ്ററിനും റിലാക്സേഷൻ ഓസിലേറ്ററിനും വന്നിട്ടുണ്ട്. അപ്പോ സ്ക്വയറും ട്രയാങ്കുലറും സോടൂത്തും ആണ് വരുന്നത്. അപ്പൊ എന്തായാലും എന്തല്ല, സിനുസോയിഡൽ ഓസിലേറ്റർ അല്ല, നോൺ സിനുസോയിഡൽ ആണ്. പിന്നെ നമുക്ക് ഏതും കൂടെ പറയാൻ പറ്റും, നോൺ സിനുസോയിഡൽ ആണ് എനിവേ. അപ്പൊ എന്തായാലും ഓൺലി 1 and 2 തെറ്റാണ്, ഓൺലി 1 തെറ്റാണ്, ഓൺലി 3 തെറ്റാണ്. സോ 2 and 3 എന്നുള്ള 40C എന്നുള്ള ഓപ്ഷൻ ആണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ട് വരിക. ഓപ്ഷൻ സി is the correct answer. Next one, Clipper circuit has great in the spelling that great application in radar, digital computer, radio receiver. മൂന്നിലും അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു 1, 2 and 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ. And 50th question, pin number 1 of IC LM741. LM741 ഒക്കെ നമുക്ക് എപ്പോ ചോദിച്ചാലും അതിന്റെ എല്ലാ പിൻസും അറിയണം. ആ 8 പിന്നല്ലേ അറിയാനുള്ളൂ. അപ്പോ ഓപ്സെറ്റ് നള്ളിലാണ് ഫസ്റ്റ് പിൻ വരുന്ന ഓപ്ഷൻ ഡി. സോ ഐ തിങ്ക് നമുക്ക് ഈ ഒരു സെഷനിൽ 50 ക്വസ്റ്റ്യൻസ് നോക്കി, ബാക്കി വരുന്ന 50 ക്വസ്റ്റ്യൻസ് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. അപ്പൊ ഇതില് ഓരോരുത്തർക്കും ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഉടനെ തന്നെ പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചാലഞ്ചിങ് ആയിട്ട് വരുന്നുണ്ടോ? അതിപ്പോ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. എനിവേ ഇങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്ത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവാതെ അതിന്റെ ഫാക്ട്സും കൂടെ തന്നതുകൊണ്ട് എനിവേ പാർട്ട് 2 നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.